ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊട്ടാരം പ്രതിനിധികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. PS പ്രശാന്തിന്റെ പ്രതികരണം കാണാം. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകി. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും മുന്നോട്ടുള്ള ശബരിമല ദേവസ്വം ബോർഡുമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ടും യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. ബാക്കി കാര്യങ്ങൾ ബോർഡ് അവർ തീരുമാനിച്ച അഭിപ്രായം പറയാം. ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ്, പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ്. അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അടുത്തയാഴ്ചയോടെ തീരുമാനമെന്നാണ് കൊട്ടാരം പ്രതിനിധികൾ പ്രതികരിക്കുന്നത്. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ ലെറ്റർ, അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. AV ജയശങ്കർ വാർത്തയോട് ചേർന്നു. ജയശങ്കർ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട താത്വിക പ്രശ്നങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ പാർട്ടി നിലപാട് മാറ്റുന്നു എന്ന സൂചന വരുന്ന, അല്ലെങ്കിൽ മലക്കം മറിയുന്ന സൂചന വരുന്ന പശ്ചാത്തലത്തിൽ അന്നെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് പന്തളം കൊട്ടാരത്തിന്റെ ശരിയാവണ്ണമുള്ള ആവശ്യം. ഒരുപക്ഷെ പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന് ആദ്യം ഈ അന്നെടുത്ത കേസുകൾ പിൻവലിക്കൂ, എന്നിട്ടാകാം ചർച്ച. അതുതന്നെ PS പ്രശാന്തിനോടും ആവർത്തിച്ചില്ലേ ജയശങ്കർ? രാവിലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇത്തരത്തിൽ പന്തളം രാജകുടുംബാംഗങ്ങളെ കണ്ടത്. ആ ഘട്ടത്തിലും അവർ മുമ്പ് ഉന്നയിച്ച ആവശ്യം അതുപോലെ ആവർത്തിക്കുകയാണ്. അതായത് ശബരിമല പ്രക്ഷോഭ കാലത്ത് സർക്കാർ എടുത്ത അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത പ്രക്ഷോഭകാരികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും ബന്ധപ്പെട്ടവർ ഇക്കാര്യം അറിയിക്കാമെന്നൊരു ഉറപ്പാണ് നൽകിയത്. ഒപ്പം തന്നെ അയ്യപ്പ സംഗമത്തിന് പന്തളം രാജകുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ രാജകുടുംബം കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. കാരണം ഈ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നിലവിലെ തമ്പുരാൻ പദവി വഹിക്കുന്ന വ്യക്തി പാലക്കാടാണുള്ളത്. ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാമെന്നാണ് രാജകുടുംബം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ പരിപാടി നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിവാദം നിലനിന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സ്പോൺസർഷിപ്പാണോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ആ കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു വ്യക്തത ഇന്ന് തന്നിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെയും ഒപ്പം തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചുമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ബദൽ സംഗമമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. പക്ഷേ അയ്യപ്പ സംഗമത്തിൽ ഇതിനോട് താല്പര്യമുള്ള യോജിപ്പുള്ള എല്ലാവർക്കും തന്നെ പങ്കെടുക്കാമെന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ശബരിമലയിൽ കുറച്ച് പണം കിട്ടുമ്പോൾ 2 രൂപ കിട്ടുമ്പോൾ എന്തിനാണ് ഇത്ര പ്രശ്നമെന്നൊരു ചോദ്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും ഉയർത്തി വെക്കുന്നുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പമ്പയിൽ അതിൻ്റെ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇക്കാര്യത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് പൂർണ്ണമായൊരു പിന്തുണ രാജകുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ രാജകുടുംബം വിഷയത്തിൽ ഈ ബദൽ സംഗമത്തിനെയോ സർക്കാരോ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമത്തിനെയോ പിന്തുണയ്ക്കുന്നൊരു നിലപാടെടുത്തിട്ടില്ല. ഓണത്തിന് മുമ്പ് രാജകുടുംബത്തെ നമ്മൾ കണ്ടപ്പോൾ ആ ഘട്ടത്തിൽ ഈ പാലക്കാടുള്ള വലിയ തമ്പുരാനുമായി ആശയവിനിമയം നടത്താമെന്നൊരു നിലപാടാണ് അവർ ഈ കുമ്മനം രാജശേഖരനൊക്കെ വന്ന ഘട്ടത്തിലും പറഞ്ഞത്. ഇന്നും അതേ നിലപാട് ആവർത്തിക്കുന്നു. ഇതുവരെ അവരുടെ ഒരു ഉറച്ച നിലപാട് വ്യക്തമായിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും രാജകുടുംബത്തിന് കൃത്യമായ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഭക്തരെ നോവിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയാണ്. അതായത് 2018 കേസ് തന്നെയാണ്. ആ കേസുകൾ ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് പിൻവലിക്കുമെന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെയോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരുടെയെങ്കിലും നാവിൽ നിന്ന് വരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകം. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ സ്വാഭാവികമായും രാജകുടുംബത്തിന് പൂർണ്ണ പിന്തുണ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന് ലഭിച്ചേക്കാം. അതില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ വലിയ അനിശ്ചിതങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും രാജകുടുംബം നിലപാട് പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓടി നടന്ന് എല്ലാ സ്ഥലത്തും ആളുകളെ സ്വീകരിക്കുകയാണ്. അതും അതീവ രഹസ്യമായാണ് പലയിടങ്ങളിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോകുന്നത്. വിവാദങ്ങളില്ല, എല്ലാവർക്കും കൂടി വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്ന ഒരു നിലപാട് കൂടിയാണ് ദേവസ്വം ഇക്കാര്യത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.